നീ അവിടെ നിൽക്കാണല്ലോ പറഞ്ഞത്, അത്ര ഷോ മതി കേട്ടോ, അത്ര നീളമുള്ളൂ. അപ്പോൾ അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, എല്ലാവർക്കും റംദാൻ മുബാറക്. പറയൂ. ഈദായിട്ടില്ല, റംദാൻ കരീം എന്ന് പറയാം, നോമ്പല്ലേ. അപ്പൊ എല്ലാവർക്കും റംദാൻ കരീം. അപ്പോൾ ഇന്ന് നമ്മളെ ഫസ്റ്റത്തെ നോമ്പാണ് അല്ലേ ഗൈസ്. എന്തൊരു ആട്ടൊക്കെ പറഞ്ഞപ്പോൾ ഓനക്ക് ആടാ, നോമ്പില്ലല്ലോ, ആടാലോ. അപ്പോഴേ അവൻ്റെ നമ്മൾ പോയോ, നമ്മൾ ഇന്നത്തെ ആദ്യത്തെ നോമ്പാണ്. അപ്പോൾ അസുട്ടൻ ഞാൻ വാപ്പമ്മ ഞങ്ങൾക്കൊക്കെ നോമ്പുണ്ട്. ചിലർക്കൊക്കെ ഇപ്പം എത്രയുടെ വയസ്സ്? 8. ഓക്കെ, 2 വർഷത്തോടെ കൂടെ ഉണ്ട്. അസു ആണെങ്കിൽ കൂടുന്നു, നല്ല ചെറുപ്പത്തിലാണ് നോമ്പ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം അസുവിൻ്റെ നോമ്പ് നോൽക്കുമ്പോൾ നമുക്കും ഓക്കെയാണ്. കാരണം പിന്നെ അന്നേ കാണാൻ കുറച്ചുണ്ട്. പിന്നെ അത് മാത്രമല്ല ആളിപ്പോൾ സ്ഥിതിമ കയറി കേട്ടോ, കുറച്ചും കൂടി ഹൈറ്റ്, അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ട് അത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് നോമ്പ് തുറന്നാലും നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അവന് അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടാവില്ല. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിലും നോമ്പ് തുറന്നാൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ കഴിക്കില്ല. സ്നാക്കും ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ തന്നെ നമ്മൾ ഓഫാവും. പക്ഷെ ഇവൻ അങ്ങനല്ല, ഇവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അവന് നോമ്പ് പറ്റാലൊന്നും അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടാവാറില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ നിൽക്കണം, ശരിക്കും പോലെ നിൽക്ക്, അങ്ങനെ ഒരു കോമാളിത്തരം കാട്ടും ആള്. പിന്നെ നോമ്പ് നോക്കാറൊന്നും ആയിട്ടില്ല, ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. അപ്പം ഇനി ചെറിയ കുട്ടിയൊന്ന് വലുതായി 10 വയസ്സൊക്കെ ആവട്ടെ, കുറച്ച് പുഷ്ടിയൊക്കെ വെക്കട്ടെ അല്ലേ. ഇപ്പം നോമ്പിന് കൊടുക്കാനുള്ള എനർജി ഈ ശരീരത്തിലില്ല. മിനിമം ഒരു നോമ്പ് നോക്കാനുള്ള ശരീരം ഇപ്പം ആയിട്ടില്ല ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും വലിയ കുട്ടിയാകുമ്പോൾ അവിടെ നമുക്ക് നോക്കും ഇൻഷാ അല്ലാ അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് തൊട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അറിയാലോ, ആദ്യത്തെ നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ ക്ഷീണങ്ങളുണ്ട്, നല്ല ഓഫായി കിടക്കിയിരുന്നു, നന്നായിട്ട് ഉറങ്ങിയൊക്കെ എണീറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈവനിങ്ങിലത്തെ നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്നാക്ക് കുക്ക് ചെയ്യുന്നതും നമ്മളെ ഇഫ്താറും ഒക്കെ കാണിച്ചു തരാം അല്ലേ. നമ്മൾ ആദ്യത്തെ നോമ്പിൻ്റെ വ്ളോഗാണ് അല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് കിച്ചണിലേക്ക് പോകാം. അവിടെ ഡാഡിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മളെ സ്നാക്കിന് സ്പ്രിംഗ് റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സ്പ്രിംഗ് റോൾ നമ്മൾ സോസേജ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിന്ന് ബീഫല്ലേ, അപ്പോൾ സോസേജ് വെച്ചിട്ട് ഉണ്ടാക്കാം. ഈ സോസേജ് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയതാണ് കേട്ടോ, ചിക്കൻ കോക്ടെയിൽ സോസേജാണ്. ഇതാകുമ്പോൾ മസാല തേച്ചതാണ്, നമുക്ക് വേറെ മസാലയൊന്നും വേണ്ട. ഇത് ശരിക്കും ഇത് ഇങ്ങനെ പച്ചക്കൻ്റെ സോസേജ് ഇങ്ങനെ സാൻഡ്വിച്ചിലൊക്കെ ഇടും കേട്ടോ. നമ്മളൊന്ന് പൊരിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടതെന്ന് കാണിച്ചു. പീസ് ചെറിയ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. വെച്ച് ആദ്യം തന്നെ പറഞ്ഞു സ്നാക്സ് കുറച്ച് മതി. അപ്പോൾ ഇതാ ഞാൻ കുഞ്ഞ് ക്യാബേജിൻ്റെ പീസ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ബെൽ പെപ്പറിൻ്റെ പീസ്, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ എടുത്തിട്ടുണ്ട്, പിന്നെ സോസേജ്, ചീസ്, മയണൈസ്. ഈ സ്പ്രിംഗ് റോൾ ചെയ്യാനുള്ള ഷീറ്റ് ഞാനിതാ ഇതുപോലെ വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നെസ്റ്റോന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ആദ്യം സോസേജ് ഒന്ന് പൊരിച്ചെടുക്കട്ടെ കുറച്ച്. രാവിലെ ഉണ്ടാക്കുമ്പോൾ ചൂടലുണ്ടല്ലോ. നിനക്ക് എന്തൊക്കെയാന്ന് ഫസ്റ്റ് നോമ്പിന് വേണ്ട മെനുകൾ എന്തൊക്കെയാ? സ്പ്രിംഗ് റോളോ? ഇന്നലെ രാത്രി അത്താഴത്തിന് എണീറ്റപ്പോൾ തൊട്ട് തുടങ്ങിയാണ് എന്തൊക്കെയാണ് നാളെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അറിയണം കേട്ടോ. മെനു ഒക്കെ ഒന്ന് അറിയണം. എൻ്റെ ഇടക്കിടക്ക് ഒന്ന് ചോദിക്കണം, ഒരു സുഖം. അപ്പം നമ്മളിത് അസുഡിനാണ് പത്തിരി ചുടണ്ട ആള് കേട്ടോ. അവിടെ പരത്തി വെച്ചിതാ ഏകദേശം പരത്തി വെച്ചു, ചട്ടിയൊക്കെ സെറ്റപ്പ് ആക്കിക്കോ. ഈ നേരമായാലും പിന്നെ ഒരു സമാധാനം. ഒരു അസറ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയ്യോ സമയമാവില്ല ഇത് കഴിഞ്ഞില്ലല്ലോ എന്നക്കരം. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലല്ലോ, നമ്മൾ വേഗം കഴിക്കും. സമയമായിക്കോട്ടെ ഫസ്റ്റ് നോമ്പായോണ്ടേ വേറെ ക്ഷീണം ഉണ്ട്. പക്ഷെ നമ്മൾ പുറത്തേക്കൊന്നും പോവാത്തോണ്ട് നമുക്ക് ഭയങ്കര ഒരു ദാഹമൊന്നുമില്ല കേട്ടോ. പക്ഷെ പുറത്തേക്ക് ജോലിക്ക് പോണവരുണ്ടെങ്കിൽ അവർക്കൊക്കെയാണ് നല്ല ബുദ്ധിമുട്ടുണ്ടാവുക. ഒന്നാമത് അത്രയും ചൂടാണ് ഇപ്പോഴേ. പക്ഷെ ഞങ്ങളെ പാലക്കാടൊക്കെ ടോപ്പാണ്. അപ്പോൾ നല്ല ഡീഹൈഡ്രേഷൻ, ഈ വെള്ളം മാത്രം ഒന്ന് കിട്ടിയെങ്കിൽ തോന്നുന്ന സമയമാണല്ലോ. നമ്മളിവിടെ വീട്ടിലിരിക്കണോണ്ട് പിന്നെ AC ഉണ്ട്, അങ്ങനെ ഇരിക്കണോണ്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് അറിയില്ല. ചെറിയൊരു തലക്കൊരു കിറുക്കം ഉണ്ടെന്ന് മാത്രം. അതൊരു കട്ടൻ ചായ എടുക്കാത്തതിൻ്റെ ഒരു കിറുക്കം അല്ലേ വെച്ചിട്ടാ. അപ്പം അങ്ങനെ നമ്മൾ വേഗം സ്നാക്സ് ഒക്കെ റെഡി ആക്കട്ടെ. സോസേജ് പൊരിച്ചിട്ട് അരിഞ്ഞാൽ മതി, പക്ഷെ ഞാൻ ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ടാണ് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അരിഞ്ഞു വെച്ചതൊക്കെ ഒന്ന്
ഒന്നുകൊണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ. സോസേജ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ സോസേജ് ഒന്നുകൊണ്ട് പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്നങ്ങോട്ട് ഭയങ്കരമായിട്ട് വേവിക്കൊന്നും വേണ്ട. ഒക്കെ ക്യാപ്സിക്കം, ക്യാബേജ് അങ്ങനെ സാലഡിൻ്റെ സാധനങ്ങളല്ലേ. അപ്പം ജസ്റ്റ് ഒന്നും കൂടെ ആക്കിയാൽ മതി. വെളിച്ചെണ്ണ എടുക്കാം, അല്ല ബട്ടർ എടുക്കാം. പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കണം. തരിക്കഞ്ഞി മെയിൻ ഒരു സാധനം കേട്ടോ. ശരിക്കും ക്ഷീണം മാറ്റുന്നൊരു സാധനമാണ്. നല്ല തരിക്കഞ്ഞി കുടിച്ചാൽ ക്ഷീണം മാറും. മിക്കവാറും ഡാഡി ആയിരിക്കും ഉണ്ടാക്കണം. നിഷ ഉണ്ട്, ഇന്ന് ഷെഫി പോവാ. ഇന്ന് സൺഡേ. ഒരു മാസമായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവനെ ജസ്റ്റ് വീട്ടിലൊന്ന് കാണിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോകണ വീഡിയോയിൽ ടീച്ചറായിട്ട് കാണിക്കാതൊക്കെ. ട്രിപ്പ് പോക്കൊന്നും നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഗുജറാത്തിൽ പോക്കും. പിന്നെ വന്നപ്പോൾ പിന്നെ ഒരു ചുമയും ജലദോഷവും അത് കഴിഞ്ഞ് കുട്ടികൾക്ക് എക്സാമും തുടങ്ങി. അപ്പോൾ പ്രാവശ്യം പോകാനും കൂടെ നിൽക്കാനൊന്നും പറ്റിയില്ല. ആ 2 ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ഇന്ന് പോവാം. അന്ന് ഞായറാഴ്ച 6 മണിക്ക് പോകും. ഇനി ഇൻഷാ അല്ലാ കുഞ്ഞുമോളെ കല്യാണത്തിന് വരാം. നമുക്ക് നോമ്പ് തുറ ഉണ്ടാക്കണം. എല്ലാരും നമ്മളെ വീട്ടിലേക്ക് വിളിക്കണം. സുലും ഷൈത്തൊക്കെ പറയുന്നുണ്ട് നോമ്പ് തുറ അങ്ങോട്ട് വരണം എന്നൊക്കെ. അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ വീട്ടിലേക്ക് വിളിക്കണം. നോക്കട്ടെ, ഈ ആഴ്ച തന്നെ ഇപ്പോൾ എക്സാമിന് ഒരു 9-10 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എല്ലാവരോടും ഗ്രൂപ്പിൽ ചോദിച്ചു നോക്കട്ടെ എന്നാ വരാനൊരു ഒഴിവെന്ന്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കാം അല്ലേ. നമുക്ക് എല്ലായിടത്തേക്കും പോവാം. ഷൈത്താക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾഡ് അസുഖമൊക്കെ മാറി എന്നാൽ എല്ലാവർക്കും വരാൻ പറ്റുന്ന ദിവസം വെച്ചാൽ നോമ്പ് തറ ഉണ്ടാക്കണം. നമുക്ക് എല്ലാവരും ഉള്ള നോമ്പ് രസമാണ് അല്ലേ. ഞങ്ങളത് ഇപ്പോഴും പറയട്ടെ, നമ്മളെ കൊറോണ ടൈമിലല്ലേ, കൊറോണ സിനിമോള് വരെ ഉണ്ടായിരുന്നു. കൊറോണ ആദ്യമായിട്ട് വന്ന ഒരു ടൈമിൽ ഉണ്ടായിരുന്ന നോമ്പിന് എല്ലാവരും ഉണ്ടായിട്ട് നോമ്പായിരുന്നു. കൊറോണക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. എല്ലാവരും ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ടൈമല്ലായിരുന്നു. പക്ഷെ അന്ന് വീട്ടിലെല്ലാരും ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോന്ന് തോന്നുന്നല്ലേ. അന്ന് എന്താ നമുക്ക് ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞ പോലത്തെ ഒരു പേടിയുള്ള സമയമായിരുന്നു. അല്ലാ ഇനി എന്താ കാട്ടുക, കുറച്ചു പേരൊക്കെ ഗൾഫിലുമാണ്, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവരും വിളിച്ചിട്ട് നോമ്പ് തുറ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ സോസേജ് ഏകദേശം വേണം. സോസേജിനൊന്നും തീരെ വേവൊന്നും വേണ്ട കേട്ടോ. കാരണം സോസേജ് ഇങ്ങനെ പച്ചക്കറിന്റെ സാൻഡ്വിച്ചിൽ ഇടുന്നതാണ്. ഓൾറെഡി കുക്ക് ചെയ്ത മീറ്റ് ആണെന്നല്ലേ പറയണേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചൊരു ടേസ്റ്റാ. പിന്നെ ഈ വെജിറ്റബിൾസ് ഇനി ക്യാബേജും ക്യാപ്സിക്കും ഇതും മൊത്തത്തിൽ അതിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. ഇതിൽ സോസേജിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് വെജിറ്റബിൾസിലേക്ക് ഉള്ളൊരു കുറച്ച് ഉപ്പും കൂടി ഒന്നിട്ടാ. പണി തുടങ്ങിയാൽ പിന്നെ സമയം പെട്ടെന്ന് പോകും. എന്താ പറയുമ്പോൾ സമയം പോകും. എവിടുന്ന് നമുക്ക് പിടിച്ചൊക്കെ കിട്ടി. ഇപ്രാവശ്യം മാങ്ങന്റെ സീസൺ അല്ല. ഇപ്പൊ കുറെ ആയിട്ട് നോമ്പിന് മാങ്ങ ജ്യൂസ് ആയിരുന്നു മെയിന്. കാരണം മെയ് ഏപ്രിൽ ആ സമയത്തൊക്കെ അല്ലേ നോമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മാങ്ങന്റെ സീസൺ ആയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്രാവശ്യം സീസൺ ആയിട്ടില്ല. നമുക്കിന്ന് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാം. നമ്മള് സ്പ്രിംഗ് റോളിക്കുള്ള മസാല റെഡി. 40 minutes and wrap it in a damp cloth to retain moisture. അതെ, ഇന്നലെ പോയപ്പോൾ അവിടെ സമൂസ പട്ടി ഒക്കെ തീർന്നിട്ടുണ്ട്. അതിനങ്ങനെ പറയാ ഓല എന്നുള്ളതിന് സമൂസ പട്ടി അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചൂടോടെ മേടിച്ചിട്ടുണ്ടേ. ലോറി ഇറക്കിയതൊക്കെ കൊണ്ടുപോയിണ്ടാവും. അത്ര തിരക്കല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ സ്പ്രിംഗ് റോളിന്റെ ഈ ഒരു ഷീറ്റ് മേടിച്ച് ഞാൻ ഫസ്റ്റ് ആയിട്ട് മേടിക്കാം കേട്ടോ. ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതാ ഈ ഒരു ഷീറ്റ് നമ്മൾ ഉണ്ടാക്കാറാണ്. ലേറ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് ആട്ടത്. നമ്മൾ സമൂസന്റെ ഷീറ്റ് പോലെ തന്നെ. ഇതുകൊണ്ട് ഇപ്പൊ നമുക്ക് സമൂസ ഉണ്ടാക്കാലോ. ശരിയാ, അത് മതി. അടിപൊളി. റോൾ ചെയ്യട്ടെ നമുക്ക് മസാല വെച്ചിട്ട്. ഒരു സ്പൂണും കൂടി എടുത്താൽ മയോണൈസ് ഇടാനോ. മയോണൈസ് വെക്കാം. ഒരു കാര്യം ചെയ്യും, ഇത് നിലത്ത് വീണൂടാ. ഒരാളെ നമുക്ക് കിച്ചണിൽ കണ്ട് കിട്ടിയാൽ പിന്നെ അയാളെ കൊണ്ട് എല്ലാ ഹെൽപ്പും ചെയ്യിക്കാം. ഫസ്റ്റ് ഇങ്ങനെ വെക്കുന്നു. കുറച്ച് മൈദമാവ് കലക്കിക്കാനായിട്ട് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്.
ഉഷാറിൽ 10-ക്കാണ് ചുട്ടിട്ട് അപ്പൊ സമയമൊക്കെ പറന്നു പോകും. 5:30 5:30 5:30 അല്ലേ? 5:30 ആയിക്കോട്ടെ. നമ്മൾ ഇച്ചിരി ഫാസ്റ്റ് ആയിക്കോട്ടെ, എന്നാലും വേണ്ട, സമയം സ്ലോ ആണ്ട. ഞാൻ ആദ്യം നാളെ വരുമ്പോ തന്നെ ആദ്യം ജ്യൂസ് അടിച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെക്കണം. അന്നേരം വൈറ്റുകൾ മാക്സിമം വൈറ്റ് ആയിക്കോട്ടെ. മഞ്ഞ ചപ്പാത്തി മല്ലാണ്ട് 10 വെള്ളം പുള്ളി ഉണ്ടാവരുത്. എന്ത് നിനക്കെന്താ നഷ്ടം? ഞങ്ങൾ പല ജ്യൂസും ഉണ്ടാക്കും, പല സ്നാക്സും ഉണ്ടാക്കും. നിനക്കെന്താ? പോലീസുകാർക്ക് എന്താ വീട്ടിൽ കാര്യം? നിനക്കെന്താ അവിടെ കാര്യം? ആ നോമ്പ് തുറന്ന ടൈമിൽ ഈ ഏരിയ കാണരുത്. രാവിലെ പിഷാരഡീസ് നെയ് റോസ്റ്റ് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അവന് നല്ലൊരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കൊടുത്തുട്ടോ. സുട്ടാ, നോമ്പ് തുറന്നിട്ട് നിനക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. എന്തൊക്കെയായിരുന്നു അറിയോ? നല്ല ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്ത് സോസേജ് പൊരിച്ച് മയണൈസും ചീസും തേച്ചിട്ടൊരു സാധനം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഇത് എനർജിയുടെ കാണുന്നത് വിത്ത് ബൂസ്റ്റ് വേണ്ടാ. അതൊക്കെ നമുക്ക് നോമ്പ് തുറന്ന് കഴിക്കണം. നമ്മളെ സ്പ്രിംഗ് റോൾ എണ്ണ നമുക്കപ്പോൾ നോക്കാം. സ്പ്രിംഗ് റോളൊക്കെ റെഡി ആക്കി വെച്ചിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. പൊരിക്കാൻ പോവാണ്. നമ്മൾ ഐറ്റംസ് ഒക്കെ റെഡിയായി. ജ്യൂസ്, തരിക്കഞ്ഞി പിന്നെ വാപ്പ ഉണ്ടാക്കിട്ടോ. അമ്മച്ചിൻ്റെ പൂവടം കൂടെ നാളെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പരിപാടി ബാങ്ക് കൊടുക്കാറേ 15 മിനിറ്റുള്ളൂ. കുളിച്ച് ഫ്രഷ് ആയോ? ഓക്കെ, ഇനി ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റ് ഉള്ളൂ. ഇപ്പൊ തന്നെ ഇവിടെ വന്ന് ഇരിക്കണമെന്നില്ല. അങ്ങനെ പറയാൻ പാടില്ല. അതെ, അതൊരു ഫേക്ക് മല്ലാക്ക നടക്കാൻ ഇവിടെ ഇരുന്ന സമയം പോലെ കുട്ടില്ല. നമുക്ക് കുറച്ച് അവിടെ പോയിരിക്കും. ഏകദേശം വന്നു.
ഇത് വെച്ചിട്ടാകുമ്പോൾ ഓരോ വെള്ളപ്പൂരാവും. അതെ, റവൻ്റെ കണക്കുണ്ട്. ഒരു കണക്ക് കിട്ടണം. എങ്ങനെയായിരുന്നു ആദ്യത്തെ നോവലിൻ്റെ എക്സ്പീരിയൻസ് പറയൂ? ആദ്യത്തെ നോമ്പായതുകൊണ്ട് അങ്ങനല്ല, റവാന്റെ ആദ്യത്തെ നോമ്പായതുകൊണ്ട് കുഴപ്പമില്ല. സ്ഥലം നടന്നു വേറെ കുഴപ്പമില്ല, നിസ്കരിച്ചോ, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് മുന്നിട്ടേക്കാം. ഓക്കെ. ആദ്യത്തെ ആ നേരത്തെ മസാല എല്ലാം അടിപൊളിയായിരുന്നു. മസാല ചേച്ചി ഇത് നിന്റെ മദ്രസ മിസ് കാണും വീഡിയോ. അങ്ങനെ ഞങ്ങളെല്ലാവരും നിസ്കരിച്ചു, കുറച്ച് നേരം മോദി, അങ്ങനെ റെസ്റ്റ് ചെയ്തു. കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ ഇന്ന് നോമ്പ് നല്ല രസമായിട്ട് തന്നെ അങ്ങനെ കഴിഞ്ഞു പോയി കേട്ടോ. ഫസ്റ്റ് നോമ്പായതുകൊണ്ട് അത്യാവശ്യം എനർജിയൊക്കെ ഉണ്ടായിരുന്നു, വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ തൊട്ടടുത്തൊരു പൂരം നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ നല്ല ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. പോയപ്പോൾ അവിടുത്തെ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു, ഇങ്ങനെ വെടിക്കെട്ട് നടക്കുന്നതൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും വാപ്പ മൗലിതൊക്കെ കഴിഞ്ഞ് വന്നു. വാപ്പൻ്റെ അത് ബിരിയാണി വന്നു. ഇത് വാഴലേ പോയില്ലടാ. എല്ലാവരും കൂടി ഫുഡും കഴിച്ചു, കുറച്ച് ബിരിയാണി കഴിച്ചു, പിന്നെ നമ്മൾ പത്തിരിയും ബീഫ് കറി അതും കഴിച്ചു കേട്ടോ. പിന്നെ ഏകദേശം ഒരു 10-10:30 ആയപ്പോൾ തന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. അത്താഴത്തിന് എണീക്കണ്ടല്ലേ. അപ്പോൾ എന്തായാലും പതിവ് പോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് കിടക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ എന്തൊരു ഭയങ്കര ഡ്രൈ, ഇപ്പോൾ ചൂട് നല്ല ചൂടാണല്ലേ, ഒരു ഡ്രൈ ആയിട്ടുള്ള കാലമാണ്. അപ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് നല്ലൊരു മോയ്സ്ചറൈസറൊക്കെ തേച്ച് സ്കിന്നൊന്ന് ഭയങ്കര സോഫ്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും. കാരണം നമുക്ക് എന്തായാലും വെള്ളം കുറച്ച് കുറയും. നമ്മൾ എത്ര നോമ്പ് തുറന്നതിന് ശേഷം വെള്ളം കുടിച്ചാലും ശരീരത്തിൽ കുറച്ച് വെള്ളം കുറയുന്നൊരു സമയമാണല്ലോ. കാരണം ഈ നോമ്പ് തുറന്ന ശേഷം നമുക്ക് ഒരുപാട് വെള്ളമൊന്നും കുടിക്കാൻ പറ്റുന്നില്ല. അതായത് പെട്ടെന്നൊരു വയറ് ഫുള്ളായ പോലെയല്ലേ. ഒരു 10 നോമ്പൊക്കെ കഴിഞ്ഞാൽ ശരീരം സെറ്റാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നോർമലാകും. പക്ഷേ ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ ഫുഡ് കഴിക്കുമ്പോഴത്തേന് വയറ് നിറയുന്ന പോലെ പിന്നെ ഒരു ക്ഷീണം, അങ്ങനെയൊക്കെ ഒരു സമയമാണല്ലോ. കുറച്ചുകൂടി കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ സ്കിന്നിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ തേക്കുന്നതൊന്നും അവിടെ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് വേണ്ടി വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.